നമസ്കാരം. ബിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. NCP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയും LDF ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതായി തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റും ഓട്ടോ ഷോയും ആരംഭിച്ചു. ടീം ഫ്രണ്ട് ലൈൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീധരൻ രാധാകൃഷ്ണൻ നായർ ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വനകുടുംബത്തിന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം മലമ്പുഴയിൽ നടന്നു. വനകുടുംബം സംസ്ഥാന ജനറൽ സെക്രട്ടറി PG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രളയത്തിൽ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് CYDAയുടെ കൈത്താങ്ങ്. പൂനെ ആസ്ഥാനമായ സംഘടന ധനസഹായങ്ങൾ വിതരണം ചെയ്തത് റോഷി അഗസ്റ്റിൻ MLAയുടെ അഭ്യർത്ഥനയെ തുടർന്ന്. Pulimutil Silks. It's time to change. വാർത്തകൾ വിശദമായി. NCP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയും LDF ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതായി തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NCP ദേശീയ സമിതി അംഗം KK ഷംസുദ്ദീൻ, ജില്ലാ ട്രഷറർ ബേബി വരിക്കമക്കൽ, ജില്ലാ സെക്രട്ടറി ഹരികുമാർ തോപ്പിൽ, NYC ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസ്, വിവിധ പോഷക സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരായ AM മമ്മൂഞ്ഞ്, സലിം പീരുമേട് തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ രാജിവെച്ചതായി അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുവാൻ കഴിയുന്ന പാർട്ടി എന്നുള്ള നിലയിൽ വർഗീയതയെ പിടിച്ചു നിർത്തുവാനും ഈ രാജ്യത്ത് സമാധാനപരമായ ജനങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുനടക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ള തിരിച്ചറിവാണ് NCPയിൽ നിന്നും ഞങ്ങളുടെ കൂട്ടരാജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 90% വരുന്ന ഭാരവാഹികൾ. ഇതിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദേശീയ സമിതി അംഗം KK ഷംസുദ്ദീൻ, ജില്ലാ സെക്രട്ടറിമാരായ ഹരികുമാർ തോപ്പിൽ, NYCയുടെ ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസ്, ജില്ലാ ട്രഷറർ ബേബി വരിക്കമാക്കൽ, വിവിധ പോഷക സംഘടനാ പ്രസിഡന്റുമായ AM മമ്മൂഞ്ഞ്, സലീം പീരുമേട്, 3 നിയോജകമണ്ഡലം കമ്മിറ്റികൾ രാജിവെച്ചു. അവരുടെ പ്രസിഡന്റ് ഇവരെല്ലാവരും NCP എന്ന പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ചിട്ടുള്ള രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ഇവർ അറിയിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി ഞങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന ഒരു വിഭാഗം, വലിയ വിഭാഗം, അദ്ദേഹത്തിന്റെ വിജയത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന കാര്യവും ഇതുവഴി ഞങ്ങൾ അറിയിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ബേബി വരിക്കമക്കൽ, ജെറ്റോ ജോസ് എന്നിവരും പങ്കെടുത്തു. കോലാനി മാനാംതടം പാറയ്ക്ക് സമീപം കന്നാരത്തോട്ടത്തിന് തീപിടിച്ചു. ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നത് മൂലം ഫയർഫോഴ്സിന്റെ വാഹനത്തിനെത്താൻ സാധിക്കാത്തത് തീ അണയ്ക്കുന്നതിന് താമസം നേരിട്ടു. തൊടുപുഴ പോലീസ് ASI നസീർ, CPO രോഹിത് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തീയണച്ചു. തൊടുപുഴ ഫയർ സ്റ്റേഷനിലെ അലിയാർ, ജിനേഷ്, അനീഷ്, പ്രശാന്ത്, സുഭാഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഒരുപാട് കുന്നുകൂടി നിൽക്കുന്നില്ല. അതൊരു ഗുണമാണ്. പുള്ളി നിർത്താൻ പറ്റും. പുള്ളിയെടുത്ത് പിരിവി കർണാടക കൃഷി നടത്തണമെങ്കിൽ പിരിവ് തരാൻ പറഞ്ഞു. അത് വേണം. തീപ്പിരി മതിയിലോ കയറി പോരെ. ശരിക്കും കാണിക്കണം. ഇതിപ്പോ പകലായതുകൊണ്ട് മാത്രം ലീവ് ഞാൻ സൈഡ് അങ്ങോട്ട് കയറി പിടിക്കൂ. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. നല്ല വോട്ടോടുകൂടി ജയിച്ചു വരട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. അയ്യപ്പൻ കോവിൽ, ഉപ്പുതറ, ഏലപ്പാറ,
വണ്ടിപ്പെരിയാർ, പീരുമേട്, പെരുവന്താനം, കൊക്കയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പ്രചരണം നടത്തിയത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുക്കട്ടയിൽ നിന്ന് ആരംഭിച്ച പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് പീരുമേട് MLA ES ബിജിമോളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആരാധനാലയങ്ങൾ, ആതുരാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയ ജോയ്സ് ജോർജിന് ഊഷ്മളമായ സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത്. LDF ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രവർത്തകരടങ്ങുന്ന വൻ ജനാവലി തീക്ഷ്ണമായ വേനൽ ചൂടിനെ അവഗണിച്ച് വോട്ടഭ്യർത്ഥിക്കാനെത്തിയ ജോയ്സ് ജോർജിനോടൊപ്പം ചേർന്നത് പ്രചാരണത്തിന് ആവേശം പകർന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ സഹകരണത്തോടെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 അടിസ്ഥാനമാക്കി ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ ശില്പശാല സംഘടിപ്പിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഇപോസ് മെഷീനുകളുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും പൊതുവിതരണ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചും റേഷനിംഗ് ഇൻസ്പെക്ടർ PB അജിത് കുമാർ വിഷയാവതരണം നടത്തി. ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ അർഹരായിട്ടുള്ളവരെ കണ്ടെത്തുക എന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായിരുന്നു. നമ്മുടെ രാജ്യത്തെ റേഷനിംഗ് സമ്പ്രദായം ഒന്നാം ഘട്ടത്തിൽ സാർവത്രികമായ റേഷനിംഗ് സമ്പ്രദായമായിരുന്നു. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 1962 മുതൽ അത് നടപ്പിലാക്കി. എല്ലാ വിഭാഗം ആളുകൾക്ക്, അതായത് 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12 വയസ്സ് വരെയുള്ള അംഗങ്ങളെ മൈനർ വിഭാഗത്തിലും അതിന് മുകളിലുള്ളവരെ മേജർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എല്ലാ അംഗങ്ങൾക്കും മേജറിന് 2 യൂണിറ്റും മൈനറിന് 1 യൂണിറ്റും വെച്ച് ഭക്ഷണത്തിൻ്റെ അളവ് നിശ്ചയിച്ച് ഒരേ നിരക്കിൽ ഒരേ വിലയിൽ വിതരണം നടത്തുന്ന സാർവത്രിക റേഷനിംഗ് സമ്പ്രദായമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ രാജ്യത്ത് നടപ്പാക്കിയിരുന്നത്. ജില്ലാ സപ്ലൈ ഓഫീസർ CV ഡേവിസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ N സതീഷ് കുമാർ, സീനിയർ സൂപ്രണ്ട് NJ സജിലാൽ എന്നിവർ പ്രസംഗിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി MN സുരേഷ്, പ്രസിഡന്റ് അഷ്റഫ് വട്ടപ്പാറ, ജില്ലയിലെ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റും ഓട്ടോ ഷോയും ആരംഭിച്ചു. ടീം ഫ്രണ്ട് ലൈൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീധരൻ രാധാകൃഷ്ണൻ നായർ ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ട് ഫെസ്റ്റിവൽ ദൃശ്യ 19 ഉദ്ഘാടനം പിന്നണി ഗായകൻ ഡോക്ടർ KS ഹരിശങ്കർ നിർവഹിച്ചു. വ്യാഴാഴ്ച ഫെസ്റ്റിന്റെ ഭാഗമായ ഓട്ടോ എക്സ്പോയും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൃശ്യയുടെ ഭാഗമായ കലാമത്സരങ്ങളും സാങ്കേതിക മത്സരങ്ങളും നടക്കും. ശനിയാഴ്ച ഫെസ്റ്റ് സമാപിക്കും. ഈ കസേരയോട് സംസാരിക്കാനുള്ള ആളില്ലാത്ത കസേര തലയാട്ടില്ല, കസേര ചിരിക്കില്ല, കസേര ഒന്നും ചെയ്യില്ല. ഈ കസേരയോട് സംസാരിച്ച് മടുത്തിട്ടാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പുതിയ അനുഭവം ആയിരിക്കണം. Though I have taken the privilege of time that is granted to me by the principal as well as GOVB to speak to you, that you are not very eager to listen to me. I know that all of your eye is glued towards Harishankar. I have heard the applause when his name was announced. So I know that Yanu Adhikapetta Anna Kadari Karyamanodari Tani, Yanu Editana time in the privilege of using it. കാരണം പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കും നല്ലൊരു മെമ്മറീസ്. നിങ്ങളുടെ ഒരു വർക്കും നിങ്ങൾ പങ്ക്ച്വലാണോ നിങ്ങളുടെ മാർക്കോ ഒന്നും അവിടെ ഒരു കാര്യമല്ല. അതൊക്കെ കാര്യമാണ്, പക്ഷെ എന്നാലും ഇപ്പം വേണ്ട. ഈ ഒരു 4 ദിവസത്തേക്ക് എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ അധികം ഞാൻ സംസാരിക്കുന്നില്ല. എന്തായാലും പിന്നെ ബോധി ആൻഡ് ദൃശ്യ. ബോധി എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ബാൻഡ് പ്രകൃതിയുടെ നെക്സ്റ്റ് സോങ്ങിൻ്റെ പേര് ബോധി എന്നാണ്. ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു പേര് നിങ്ങൾ ടെക് ഫെസ്റ്റിന് ഇട്ടപ്പം. അപ്പോൾ ഒരു ബോധി ആൻഡ് ദൃശ്യ ഫെസ്റ്റിന് എന്നെ ക്ഷണിച്ചതിന് എനിക്ക് കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. പിന്നെ പ്രകൃതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പെർഫോമിംഗ് ആഫ്റ്റർ.
വനകുടുംബത്തിന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം മലമ്പുഴയിൽ നടന്നു. വനകുടുംബം സംസ്ഥാന ജനറൽ സെക്രട്ടറി PG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് വനം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ TM മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരാൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കി എല്ലാവർക്കും അപ്പീൽ പോകേണ്ട കാര്യമില്ല. അവർക്ക് ട്രൈബ്യൂണലിൽ ഉത്തരവായി എങ്കിൽ അത് ഹൈക്കോടതിയിൽ പോയി ആനുകൂല്യം നിഷേധിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഹൈക്കോടതി റിട്ടയർഡ് ഓഫീസർമാരുടെ കാര്യങ്ങളിലെല്ലാം വളരെ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സ്വന്തമായ നിലയിൽ ആർക്കെങ്കിലും പെൻഷൻ കിട്ടാതെ ഇരിക്കുക, NLC കിട്ടാതിരിക്കുക, വേറെ റിട്ടയർ ചെയ്തതിന് ശേഷവും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട്. കാരണം റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ he is not bound by any of the rules, service rules. പിന്നെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് അവർ റിട്ടയർ ചെയ്യുന്നതിനേക്കാളും മുമ്പായി അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടരുന്നതിനും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം റിട്ടയർ ചെയ്താൽ പിന്നെ വാണിംഗ് കൊടുത്തിട്ട് കാര്യമില്ല, സെൻഷർ കൊടുത്തിട്ട് കാര്യമില്ല, ഇൻക്രിമെൻ്റ് ബാർ ചെയ്യാൻ പറ്റില്ല, റിഡക്ഷൻ ഇൻ റാങ്ക് പറ്റില്ല. വനകുടുംബം വൈസ് പ്രസിഡന്റ് VN ജലജകുമാരി, വനം ഈസ്റ്റേൺ സർക്കിൾ കൺസർവേറ്റർ ഷെയ്ഖ് ഹൈദർ ഹുസൈൻ, പാലക്കാട് DFO നരേന്ദ്രനാഥ് വേലൂരി, ACF KM ശ്രീകുമാർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ആഷിഖ് അലി, പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി C ബാലകൃഷ്ണൻ, വനകുടുംബം ഇടുക്കി ജില്ലാ സെക്രട്ടറി VR ശങ്കരപിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സംസ്ഥാന ട്രഷറർ A കരീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ KK ദിവാകരൻ സ്വാഗതവും V വിജയൻ നന്ദിയും പറഞ്ഞു. 80 വയസ്സ് കഴിഞ്ഞ വനകുടുംബാംഗങ്ങളെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ആറാം ക്ലാസ് വിദ്യാർത്ഥികളിൽ നിന്ന് ഗണിതശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിന് SCERTയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന ന്യൂമാൻസ് സംസ്ഥാനതല പരീക്ഷയിലേക്ക് ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂളിലെ ആൽഫ K ബിജു യോഗ്യത നേടി. പ്രളയത്തിൽ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് CYDAയുടെ കൈത്താങ്ങ്. പൂനെ ആസ്ഥാനമായ സംഘടന ധനസഹായങ്ങൾ വിതരണം ചെയ്തത് റോഷി അഗസ്റ്റിൻ MLAയുടെ അഭ്യർത്ഥനയെ തുടർന്ന്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെ ദുരിതബാധിതർക്കാണ് MLA റോഷി അഗസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരം ധനസഹായം വിതരണം ചെയ്തത്. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CYDA ആണ് ധനസഹായങ്ങൾ വിതരണം ചെയ്തത്. മൃഗങ്ങളെ നഷ്ടപ്പെട്ട് ജീവിതമാർഗം അടഞ്ഞവർക്ക് 20,000 രൂപ വീതമാണ് സഹായമായി നൽകിയത്. വരുമാനമില്ലാതെ ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടിയിരുന്ന 3 പേർക്ക് പെട്ടിക്കടകൾ ഇട്ട് നൽകുന്നതിനും തുക നൽകി. മുൻപും ഇതേ സംഘടനയും അമേരിക്കൻ മലയാളികളും പ്രളയബാധിതർക്ക് MLAയുടെ അഭ്യർത്ഥന പ്രകാരം പണം നൽകിയിരുന്നു. സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പണം കൈമാറിയത്. പരിപാടികളിൽ CYDA സെക്രട്ടറി മാത്യു മറ്റം മുഖ്യ അതിഥിയായിരുന്നു. TDH പ്രസിഡന്റ് ലിലീന റീസ്, N ലൂക്കസ് ബർഗ്, PE റെജി, ചന്ദ്രൻ S ദേശായി, TP മൽക്ക തുടങ്ങിയവർ പ്രസംഗിച്ചു. Because you are a survivor of a catastrophe, and so we would like to provide some little help. We know that it is very, very small, so that you can come out of the water and see the stars again. So we are very happy to support, to give a little support to your survival and livelihood, and we would like you to generate some income and to be able to support your family. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഇറുക്കുപാലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന SKSSF സുന്നി സെന്റർ സഹചാരി റിലീഫ് സെന്ററായി പ്രവർത്തനം ആരംഭിച്ചു. SMF ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു.
യൂണിറ്റ് പ്രസിഡന്റ് നിസാർ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് AM ദേവസ്യ അടപ്പൂർ, CPM ലോക്കൽ സെക്രട്ടറി മനു മാത്യു കൂരുവേലിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് MK സുബൈർ മാമൂട്ടിൽ, യൂണിറ്റ് സെക്രട്ടറി ഷമീർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിർധന രോഗികൾക്ക് സാമ്പത്തിക സഹായവും മെഡിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി ഇവിടെ നിന്നും നൽകി വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. SKSSFന്റെ ഇളംദേശത്തെ ഓഫീസായ സുന്നി സെന്റർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 വർഷമായി ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ 2ാം ഘട്ട വിപുലീകരണമായിട്ട് സഹചാരി റിലീഫ് സെൻ്ററായി വികസിപ്പിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വീൽ ചെയർ, വാക്കർ, എയർബെഡ്, വാട്ടർ ബെഡ്, ക്രിച്ചസ്, കമ്മോഡിറ്റി ചെയർ, പൾസ് ഓക്സിമീറ്റർ, നെബുലൈസർ അങ്ങനെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികൾക്ക് സൗജന്യമായി നൽകുകയും ഉപയോഗശേഷം അവ തിരികെ വാങ്ങുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് നമ്മുടെ ഓഫീസിൽ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സമ്പ്രദായം നമ്മൾ കഴിഞ്ഞ 3 വർഷമായി നടപ്പിലാക്കി വരുന്നു. അതും ഇതോടൊപ്പം തന്നെ നടത്തി വരുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉള്ള ആളുകളെ കണ്ടെത്തിയാൽ ഞങ്ങളുമായി അവരെ ബന്ധപ്പെടുത്തി തരണമെന്നും നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. SKSF സഹചാരി റിലീഫ് സെൻ്ററിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോലാനി അമരംകാവിൽ മീനപ്പൂരം മഹോത്സവത്തോടനുബന്ധിച്ച് കുംഭകുട ഘോഷയാത്ര നടന്നു. പാട്ടമ്പലത്തിൽ കുടം പൂജയ്ക്ക് ശേഷം ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് അമരംകാവിലേക്ക് കുംഭകുട ഘോഷയാത്ര നടന്നത്. ദർശന പ്രാധാന്യമുള്ള പൂരമിടിയും തുടർന്ന് മഹാപ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വെള്ളിയാമറ്റം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ഫാദർ പയസ് മാത്യു കുടകശ്ശേരി തിരുനാൾ കുർബാന അർപ്പിച്ചു. ഫാദർ ആന്റണി മണപ്പുറത്ത് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണവും ഉച്ചയ്ക്ക് 12:30-ന് ഊട്ടുനേർച്ചയും നടന്നു. വികാരി ഫാദർ ജി സാനിക്കൽ നേതൃത്വം നൽകി. ഞങ്ങളെ മകരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരെ സ്പർശിക്കണമേ. ോ
കുമാരമംഗലം വള്ളിയാനിക്കാട് കാവിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഗരുഡൻ തൂക്കം നടന്നു. ഇതിന്റെ ഭാഗമായി വെങ്ങലൂരിൽ തൂക്കം വഴിപാട് നടന്നു. അറുകാലിൽ ബാബുവിന്റെ വീട്ടിൽ നടന്ന തൂക്കം വഴിപാടിൽ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. പ്രളയത്തിൽ ഒലിച്ചുപോയ പാലം മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല. 60ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 5-6 വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരുളിയാറിന് കുറുകെയുള്ള തുറവിക്കൽപ്പടി പാലം പുനർനിർമ്മിക്കാത്തത് മൂലം 60ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. പ്രദേശവാസികൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പുഴയ്ക്ക് കുറുകെ താൽക്കാലികമായി നിർമ്മിച്ച പാതയിലൂടെയാണ്. ഒരു മഴ പെയ്ത് പുഴ നിറഞ്ഞാൽ ഈ യാത്രാമാർഗവും തടസ്സപ്പെടും. കാലവർഷം എത്തുവാൻ 3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലം പുനർനിർമ്മിച്ചില്ലെങ്കിൽ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. പാലം പുനർനിർമ്മിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോഴും പ്രളയം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും പാലം പുനർനിർമ്മിക്കുവാൻ നടപടിയായിട്ടില്ല. അടിയന്തരമായി പാലം പുനർനിർമ്മിച്ച് സുരക്ഷിത യാത്ര ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ 5-ാം വാർഡും 6-ാം വാർഡും കൂടെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാലമായത്. ഇതിനക്കരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വീട്ടുകാരോളം താമസിക്കുന്നുണ്ട്. പള്ളിക്കൂടം പിള്ളേരും മുതിർന്ന ആൾക്കാരും പ്രായമായവരും കിടപ്പ് രോഗികൾ വരെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഒരു പാലം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾക്കൊരു ഫണ്ട് അനുവദിച്ച് തരാമെന്നും അത് അടുത്ത വർഷം ആകുമെന്നും പറഞ്ഞേക്കുന്നത്. അത് എന്നാവുമെന്നും എങ്ങനെ ആവുമെന്നും ഒന്നും ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നടവരിപ്പാലം ഉണ്ടാക്കി അതിലൂടെ ഇങ്ങനെ കറങ്ങി പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി പോകുന്ന പിള്ളേർ വരെ ഉള്ള ഇതിൽ എങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടും എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇടുക്കി പദ്ധതിയിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞ് കോഴിക്കാനത്ത് എസ്റ്റേറ്റുകാർ ചെക്ക് ഡാം നിർമ്മിച്ചു. 80 മീറ്റർ നീളത്തിലും 30 മീറ്ററോളം ഉയരത്തിലും മണ്ണ് നിക്ഷേപിച്ചാണ് ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ചെക്ക് ഡാമിന് മുകളിലൂടെ 2 വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാവുന്ന രീതിയിൽ റോഡും നിർമ്മിച്ചിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ, തദ്ദേശ സ്വയംഭരണം, റവന്യൂ എന്നീ വകുപ്പുകളുടെ നിയമപരമായ അനുമതി ഇല്ലാതെയാണ് നിർമ്മാണം. അണ്ണൻതമ്പി മലയിലെ വണ്ണാത്തിക്കാനത്ത് നിന്നും ഉത്ഭവിച്ച് പെരിയാറിലെത്തുന്ന 3 തോടുകളിലെ സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് ഏലപ്പാറ പഞ്ചായത്തിലെ 11-ാം വാർഡിലാണ് ബദേൽ ഗ്രൂപ്പിന്റെ എസ്റ്റേറ്റിൽ ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ശക്തമായ മഴയിൽ മണ്ണൊലിപ്പുണ്ടായി ചെക്ക് ഡാം തകർന്നാൽ താഴ്ഭാഗങ്ങളിലെ 100ഓളം വീടുകളും കൃഷിയിടവും ഒലിച്ചുപോകും. ഏലപ്പാറ ഹെലിബറിയ റോഡ് നിർമ്മാണത്തിന് വിട്ടു നൽകിയ സ്ഥലത്തെ മണ്ണ് സൌകര്യപ്രദമായ പ്രദേശത്ത് നിക്ഷേപിക്കാൻ അനുവദിക്കണമെന്ന് ജില്ലാ ഭരണകൂടവുമായി എസ്റ്റേറ്റുകാർ വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ വ്യവസ്ഥ മറയാക്കിയാണ് നീരൊഴുക്ക് തടഞ്ഞ് മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സംഭവം പുറംലോകം അറിഞ്ഞതോടെ പഞ്ചായത്ത് അംഗങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പെരിയാറ്റിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ പകുതി വെള്ളവും ഈ ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണ്. ഈ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ചെക്ക് ഡാം പൊട്ടി ഒരു അപകടമുണ്ടായാൽ ഇടുക്കി ഡാമിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 4-ാം മൈൽ തൊട്ടുള്ള പ്രദേശത്തെ ഒരു 300ഓളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാകാൻ അതോടനുബന്ധിച്ച് ഇടുക്കി ഡാമിൽ മണ്ണുകൊണ്ട് അറിയുന്നതിനും അതോടൊപ്പം തന്നെ ഈ ചെക്ക് ഡാം അനധികൃതമായിട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ പഞ്ചായത്തിൻ്റെതായ ആരും പെർമിഷൻ ഇല്ല, അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ ഇല്ല, മൈൻ ഇറിഗേഷൻ്റെ പെർമിഷൻ ഇല്ല. ഞങ്ങൾ അവരോട് ആ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട കളക്ടർ വിളിച്ച യോഗത്തിൽ പറഞ്ഞു കമ്പനിക്ക് പറയുന്ന സ്ഥലത്ത് മണ്ണിട്ട് കൊണ്ട് കൊടുക്കുക, പക്ഷേ തോടുകളോ മറ്റ് ജലസ്രോതസ്സുകളോ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് അവിടെ ഉണ്ടായ സെറ്റിൽമെൻറ്റ്. കമ്പനി പറഞ്ഞ റോഡ് നിർമ്മിക്കുന്ന മണ്ണിട്ട് ചെക്ക് ഡാം പണിത് കൊള്ളാനാണ് ഞങ്ങൾക്ക് അനുവാദം നൽകുന്നത് കമ്പനിയുടെ ഭാഗത്തുള്ള ഭാഗം. പക്ഷേ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ നീരൊഴുക്ക് തടയുന്നതിന് വേണ്ടി യാതൊരു നിയമം ഞങ്ങൾ കൊടുത്തില്ല, അത് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഇപ്പോൾ ഈ മഴക്കാലമാകുമ്പോഴേക്കും കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ അത് ഏറ്റവും അധികം ഈ താഴേക്ക് താമസിക്കുന്ന പ്രദേശവാസികളെ ബാധിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അനധികൃതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ചെക്ക് ഡാം എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിലയിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്നാൽ എസ്റ്റേറ്റിൽ മണ്ണ് നിക്ഷേപിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്വാഭാവിക നീരൊഴുക്കുകൾ തടഞ്ഞ് ചെക്ക് ഡാം നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതിയിൽ അന്വേഷണം നടത്തിയ ഇറിഗേഷൻ എഇ അനധികൃത ചെക്ക് ഡാം നിർമ്മാണം ശരിവെച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും റിപ്പോർട്ട് നൽകി. നീരൊഴുക്ക് തടഞ്ഞ് നിർമ്മിച്ച ചെക്ക് ഡാം പൊളിച്ചു നീക്കുന്നതിന് പഞ്ചായത്തിന്റെ എഇയുമായി ആലോചിച്ച് ഭരണസമിതിയുടെ അംഗീകാരത്തോടെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അമിത അറിയിച്ചു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി. പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കാത്ത വിഷയം തീരുമാനമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന പ്രസിഡന്റിന്റെ ആവശ്യം സെക്ഷൻ ക്ലർക്ക് അനുസരിക്കാത്തതിനാൽ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ കഴിഞ്ഞ ദിവസം ജീവനക്കാരിയെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഭരണകക്ഷി അംഗങ്ങൾ തടഞ്ഞു വെക്കുകയും ഓഫീസ് റൂമിലിട്ട് പൂട്ടുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധ ധർണ നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NCP ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയും LDF ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപിളിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതായി തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റും ഓട്ടോ ഷോയും ആരംഭിച്ചു. ടീം ഫ്രണ്ട് ലൈൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീധരൻ രാധാകൃഷ്ണൻ നായർ ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വനകുടുംബത്തിന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം മലമ്പുഴയിൽ നടന്നു. വനകുടുംബം സംസ്ഥാന ജനറൽ സെക്രട്ടറി PG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രളയത്തിൽ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് CYDAയുടെ കൈത്താങ്ങ്. പൂനെ ആസ്ഥാനമായ സംഘടന ധനസഹായങ്ങൾ വിതരണം ചെയ്തത് റോഷി അഗസ്റ്റിൻ MLAയുടെ അഭ്യർത്ഥനയെ തുടർന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. ജോസ്കോ തൊടുപുഴ ഷോറൂമിൽ ആനിവേഴ്സറി സെലിബ്രേഷൻസ് മാർച്ച് 27 മുതൽ 30 വരെ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം D Mart, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. Royal, the complete family shopping near private bus stand, തൊടുപുഴ. Spendex Industries Designer Tiles near Kaniyamuri Bridge, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. K പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. കൃത്യമായ ബില്ലോടുകൂടി സ്വർണം വാങ്ങൂ, അത് നിങ്ങൾക്ക് ഉറപ്പു തരും സുരക്ഷയും സമാധാനവും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. കേരള സർക്കാർ ഉൽപ്പന്നമായ ട്രാക്കോ കേബിൾസിന്റെ ഇടുക്കി ജില്ലയിലെ ഏക അംഗീകൃത വിതരണക്കാർ നാഷണൽ ഹാർഡ്വെയേഴ്സ്, മുതലക്കോടം.
ഓഹോ പൈൽസ് ആണല്ലേ. ഹരിദ്ര കഴിക്കിഷ്ട. ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോർമുല. Admissions open for the year. Kamalgiri Public School, Munnar. The right choice for the bright future.